പാകിസ്ഥാന്റെ പൊതുമേഖലാ വിമാന കമ്പനി PIA പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് എന്നുള്ളതാണ് അതിന്റെ മുഴുവൻ പേര്. ഇതിനെക്കുറിച്ചുള്ള ഒരു കഥ പറഞ്ഞ് നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. സംഭവം നടക്കുന്നത് 2020 മെയ്യിലാണ്. അന്ന് കറാച്ചി വിമാനത്താവളത്തിൽ ഇറങ്ങാൻ തുടങ്ങിയ ഒരു പാകിസ്ഥാൻ PIA വിമാനം ഏതാണ്ട് 94 യാത്രക്കാർ ആ വിമാനത്തിലുണ്ടായിരുന്നു. അത് ലാൻഡിങ്ങിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ആ വിമാനത്തിൻ്റെ ലാൻഡിംഗ് ഗിയർ വീലുണ്ടല്ലോ അത് റിലീസ് ചെയ്തിരുന്നില്ല. അത് അകത്തോട്ട് തന്നെ ഇരിക്കുന്ന സമയത്താണ് ഈ വിമാനം ലാൻഡിങ്ങിന് വേണ്ടി ശ്രമിച്ചത്. അങ്ങനെ ആ ലാൻഡിങ്ങിൻ്റെ തൊട്ട് മുമ്പ് എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് പറയുന്നു, നിങ്ങൾ പെട്ടെന്ന് തന്നെ ഉയർന്നു പറക്കണം, ഇവിടെ വിമാനത്തിൻ്റെ തുലനാവസ്ഥ അത് വീണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല. ആ പൈലറ്റ് വീണ്ടും ഉയർന്നു പറക്കാൻ നോക്കി. ആ സമയത്ത് ഈ വിമാനം ആ റൺവേയിൽ ചെറുതായിട്ടൊന്ന് ഉരഞ്ഞു. വീണ്ടും രണ്ടാമത് ലാൻഡിങ്ങിന് ശ്രമിക്കുന്നതിനിടയിൽ ആ വിമാനത്തിൻ്റെ എൻജിൻ തകരാറിലായി. അങ്ങനെ ആ വിമാനം തകർന്നു വീണു. 94 പേർ തൽക്ഷണം മരിക്കുകയും ചെയ്തു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ റിപ്പോർട്ടിൽ വന്ന ഞെട്ടിക്കുന്നൊരു സംഗതി, ഈ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിൻ്റെ പൈലറ്റുമാരിൽ ഏതാണ്ട് 30% പേർ വ്യാജന്മാരാണ്. ബന്ധപ്പെട്ട അംഗീകൃത കോഴ്സുകൾ പഠിച്ചവരോ അല്ലെങ്കിൽ കൃത്യമായ പരിശീലനം സിദ്ധിച്ചവരോ അല്ല പാകിസ്ഥാൻ എയർലൈൻസ് എന്ന് പറയുന്ന വിമാനം പറപ്പിക്കുന്നത്. 262 വിമാനങ്ങൾ അവർക്ക് അല്ലെങ്കിൽ 262 പൈലറ്റുമാരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തേണ്ടി വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ വിമാന സർവീസുകളൊക്കെ താളം തെറ്റി. അതോടുകൂടി തുടങ്ങിയതാണ്. നേരത്തെ തന്നെ ഈ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് എന്ന് പറയുന്നത് ഇത്തിരി ദാരിദ്ര്യാവസ്ഥയിലായിരുന്നു. പക്ഷേ ദാരിദ്ര്യം എന്ന് പറയുന്നത് പടുകുഴിയിലേക്ക് പോയത് ഈ സംഭവത്തിന് ശേഷമാണ്. ആ വിമാന കമ്പനി എന്ന് പറയുന്നത് കുത്തുവാള എടുക്കുന്ന അവസ്ഥയിലേക്ക് വന്നത്. കാരണം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് വലിയ പണച്ചെലവ് വേണ്ടി വന്നു. പ്രത്യേകിച്ചും യൂറോപ്യൻ EASA യൂറോപ്യൻ ഏവിയേഷൻ അതോറിറ്റി അവർ കടുത്ത നിലപാടെടുത്ത് ഈ പറയുന്ന വിമാനം യൂറോപ്യൻ മേഖലകളിലേക്ക് കടന്നു പോകരുത്, കാര്യം സുരക്ഷ നിങ്ങളെ സംബന്ധിച്ചില്ല. അപ്പോൾ അത് കാരണം എന്തു പറ്റി, ലാഭകരമായി പ്രവർത്തിക്കുന്ന പല സർവീസുകളും PIAക്ക് കിട്ടാണ്ടായി. അങ്ങനെ നേരത്തെ കടം ഇപ്പോൾ വരുമാനവും നിലയ്ക്കുന്ന അവസ്ഥ. പിന്നെ കൂടാതെ അവർക്ക് വേണ്ടിയിട്ട് ഈ സുരക്ഷാ കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി വീണ്ടും പണം അങ്ങോട്ട് ചെലവഴിക്കേണ്ടി വന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ആ കമ്പനി ഈ സംഭവങ്ങൾക്ക് ശേഷം അവരുടെ കടമെന്ന് പറയുന്നത് പാകിസ്ഥാൻ കറൻസിയിലെ 200 ബില്യൺ പാകിസ്ഥാൻ കറൻസി ആയിട്ട് വർദ്ധിച്ചു. ഇതാണ് ഇപ്പോൾ നമ്മുടെ PIA എന്ന് പറയുന്ന പാകിസ്ഥാൻ എയർലൈൻസിൻ്റെ അവസ്ഥ. അപ്പോൾ ഇപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അവർ ഈ അന്താരാഷ്ട്ര നാണയനിധി നമ്മുടെ ലോക ബാങ്കിൽ നിന്ന് നിരന്തരമായി കടം വാങ്ങുന്ന ഒരു രാജ്യമാണ്. ഏതാണ്ട് 1958 ശേഷം 20 വായ്പയാണ് ലോക ബാങ്കിൽ നിന്ന് പാകിസ്ഥാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വായ്പ എടുത്തവരുടെ പട്ടികയിൽ 5ാം സ്ഥാനത്താണ് പാകിസ്ഥാൻ എന്നതുകൂടി ഓർക്കണം. അപ്പോൾ ഈ വായ്പയൊക്കെ എങ്ങനെ തിരിച്ചടയ്ക്കാനാണ്? അപ്പോൾ ലോക ബാങ്ക് ഒരു വായ്പ നമുക്ക് തരുമ്പോൾ അവർ കർശനമായ വ്യവസ്ഥകളൊക്കെ വെക്കും. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവർ പറയുന്നു, നിങ്ങളുടെ ഖജനാവിൽ നിന്ന് കാശ് ചോർത്തുന്ന പ്രധാന സംഗതികളിൽ ഒന്നാണ് ഈ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ്. അതിനെ അങ്ങ് വിറ്റേക്കുക. അതിനെ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാശ് തിരിച്ചു കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ അതിനെ സ്വകാര്യവൽക്കരിക്കണം എന്നുള്ളതാണ് നിലപാട്. അപ്പോൾ ഇപ്പോൾ പാകിസ്ഥാന് ലോക ബാങ്ക് ഒരു 2023 $7 ബില്യൺ ഒരു വായ്പ അനുവദിച്ചിരുന്നു. അപ്പോൾ $1 ബില്യൺ നേരത്തെ തന്നെ കൊടുത്തു. ബാക്കിയുള്ളത് 3 വർഷമായിട്ട് കൊടുക്കാനായിട്ടുള്ളതാണ് പരിപാടി. അപ്പോൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക അച്ചടക്ക നടപടികളുടെ ഭാഗമായിട്ടാണ് ഈ പാകിസ്ഥാൻ എയർലൈൻസ് അത് വിൽക്കാനായിട്ട്, അത് സ്വകാര്യവൽക്കരിക്കാനായിട്ടുള്ള തീരുമാനമെടുത്തേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അറിയുന്ന വാർത്തകൾ 51 മുതൽ ചിലപ്പോൾ 100% വരെ ഇതിൻ്റെ ഓഹരി വിറ്റഴിക്കും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ മാനേജ്മെൻറ്റ് കൺട്രോൾ അടക്കം ഉള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും സ്വകാര്യ കമ്പനികൾക്ക് വിട്ടുകൊടുക്കും എന്നുള്ള വിവരങ്ങളൊക്കെ വരുന്നു. ഇനിയാണ് ഇതിലൊരു ട്വിസ്റ്റ് വരുന്നത്. അപ്പോൾ പാകിസ്ഥാൻ്റെ ഒരു കമ്പനി അവരുടെ നിലവിലുള്ള നിയമപ്രകാരം ഒരു പൊതുമേഖലാ കമ്പനി പൂർണ്ണമായിട്ടും സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് നിലവിലെ നിയമം. അപ്പോൾ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ അവരുടെ വിറ്റഴിക്കൽ മന്ത്രി, അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് അലി എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം പറയുന്നത് 85% വരെ ഓഹരിയാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. 15% ഓഹരി സർക്കാരിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. അങ്ങനെ സർക്കാരിൻ്റെ നിയന്ത്രണം ആദ്യമായി അതിലുണ്ടാകും. 20 വർഷത്തിന് ശേഷം പാകിസ്ഥാനിൽ നടക്കുന്ന ഏറ്റവും വലിയ വിറ്റഴിക്കൽ മഹാമഹമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ വാങ്ങാൻ വന്നിരിക്കുന്നവരാരൊക്കെയാണെന്ന് നോക്കുമ്പോഴാണ് നമുക്ക് അതിൽ ഒരു ചിരിയൊക്കെ വരുന്നത്. കാരണം അതിലെ 1ാം പേരുകാരൻ ഫൗജി ഫെർട്ടിലൈസർ കമ്പനി, അതാരാണെന്നുള്ളത് പിന്നീട് പറഞ്ഞുതരാം. പിന്നെയുള്ളത് ലക്കി സിമെൻറ്റ് കൺസോർഷ്യം, ആരിഫ് ഹബീബ് കോർപ്പറേഷൻ കൺസോർഷ്യം,
നാലാമത്തെ പേരുകാരൻ എയർ ബ്ലൂ ലിമിറ്റഡ്. ഒരു വിമാന കമ്പനി ഭാഗ്യത്തിന് ഏറ്റവും ഒടുവിലെ യോഗ്യതാ പട്ടികയിൽ, അതായത് പല കമ്പനികൾ സമീപിച്ചു, ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് 4 പേരെ കൊണ്ടുവന്നതിൽ നാലാമത്തെ ആളായിട്ട് ഒരു നിലവിലുള്ള ഒരു വിമാന കമ്പനിയെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒന്നാം പേരുകാരൻ ഈ ഫൗജി ഫെർട്ടിലൈസർ കമ്പനി. ഈ ഫൗജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളത്തിലെ അർത്ഥം എന്ന് പറഞ്ഞാൽ പട്ടാളക്കാരൻ, സൈനികൻ എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, പാകിസ്ഥാനിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് സെക്ടർ അല്ലെങ്കിൽ ഏറ്റവും വലിയ ബിസിനസ് മേഖല, സംരംഭകർ എന്ന് പറയുന്നത് അവിടുത്തെ പട്ടാളമാണ്. ഒരു രാജ്യത്ത് പട്ടാളം രാജ്യസുരക്ഷ ഉറപ്പുവരുത്തേണ്ട ചുമതലയുള്ളപ്പോൾ പാകിസ്ഥാനിൽ അവിടെ രാജ്യസുരക്ഷയല്ല, അവിടുത്തെ കച്ചവടമാണ് പാകിസ്ഥാൻ സേനയുടെ പ്രധാന പരിപാടി. ആ രാജ്യത്തെ ആശുപത്രി മുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുതൽ ഏറ്റവും വലിയ നമ്മുടെ കപ്പൽ നിർമ്മാണം, അതേപോലെയുള്ള വൻകിട വ്യവസായ ശൃംഖലകൾ വരെ ഈ പറയുന്ന ഫൗജി ഫൗണ്ടേഷന്റെ കീഴിലാണ്. പട്ടാളക്കാർ കച്ചവടം നടത്തുന്നു, ലാഭമുണ്ടാക്കുന്നു, അവർ വലിയ സമ്പന്നന്മാരാകുന്നു. ഈ രാജ്യത്തിന്റെ പൊതുമുതൽ അങ്ങനെ പട്ടാളക്കാർ അല്ലെങ്കിൽ സൈനിക മേധാവികൾ അവരുടെ കുടുംബ ആസ്തിയാക്കി മാറ്റുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ അസീം മുനീറിന് നിലവിലെ ഈ ഫൗജി ഫൗണ്ടേഷന്റെ ഡയറക്ടർ ബോർഡ് അംഗത്വം ഒന്നുമില്ല. പക്ഷേ അദ്ദേഹമാണ് ഈ ഫൗജി ഫൗണ്ടേഷന്റെ അതിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ചുമതലക്കാരെ നിയമിക്കുന്നത് നിലവിൽ അസീം മുനീർ ആണ് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ നിലവിൽ ഈ ഫൗജി ഫെർട്ടിലൈസർ കമ്പനി, വളമുണ്ടാക്കുന്ന ഫൗജി ഫൗണ്ടേഷന്റെ കീഴിലുള്ള ഒരു വളം നിർമ്മാണ കമ്പനിയാണ് ഈ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് വാങ്ങാനായിട്ട് സന്നദ്ധത അറിയിച്ചുള്ളത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അസീം മുനീറിന് ഇനി രാജ്യത്തെ വിമാന സർവീസുകളുടെ നിയന്ത്രണം കൂടി അദ്ദേഹത്തിന്റെ കീഴിലാകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നിലവിൽ ഈ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന് 16 വിമാനങ്ങൾ മാത്രമാണ് സർവീസിലുള്ളത്. 17 എണ്ണം കട്ടപ്പുറത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ആ കമ്പനി നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന എന്തുകൊണ്ട് ഇത്രയും പാകിസ്ഥാന്റെ തന്നെ ഒരു ദേശീയതയുടെ പ്രതീകം അല്ലെങ്കിൽ പാകിസ്ഥാന്റെ പതാകവാഹകരായിട്ടുള്ള ഒരു വിമാന കമ്പനിയെ വിറ്റൊഴിവാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇനിയും കടം മേടിച്ചേ പറ്റൂ. അപ്പോൾ കടം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അവർ പറയുന്ന വ്യവസ്ഥ പാലിക്കണം. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഈ വിറ്റഴിക്കൽ മഹാമഹം നടക്കുന്നത്. പക്ഷേ ഇത് വന്ന് കിട്ടുന്നത് ചുളുവിലയ്ക്ക് ഒരു വിമാന കമ്പനി നമ്മുടെ അസീം മുനീറിന് കിട്ടും. അസീം മുനീർ ഇപ്പോൾ വെറും അസീം മുനീർ അല്ല, അവിടുത്തെ 3 സൈന്യങ്ങളുടെ അധിപനാണ്. അവിടുത്തെ ആണവ ആയുധങ്ങളടക്കം കൈകാര്യം ചെയ്യാനായിട്ട് അധികാരമുള്ള സൈനിക മേധാവിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കിരീടത്തിൽ ഒരു തൂവല് കൂടി ചാർത്തി കൊടുക്കുക എന്നല്ലാണ്ട് ഈ വിറ്റഴിക്കൽ മഹാമഹത്തിന് കാര്യമായ പ്രസക്തിയോ പ്രയോജനമോ ഉണ്ടാകില്ല എന്ന് തന്നെ വേണം കരുതാൻ. ഏതായാലും ഇതുകൊണ്ടെങ്കിലും പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് പച്ച തൊടുമെങ്കിൽ അത് അവിടെയുള്ള അതുമായി ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് അത് ഗുണകരമാവുമെങ്കിൽ അത്രയും നല്ല കാര്യം.